Hi guys, welcome back to Food Reviews കൊച്ചി. ഇന്ന് ഒരു ഫുഡ് വീഡിയോ അല്ല, അത് മാത്രമല്ല ഇത് നമ്മുടെ 100ാമത്തെ വീഡിയോ ആണ്. അതെ, 100th വീഡിയോ. അപ്പോ അതൊരു സ്പെഷ്യൽ വീഡിയോ ആയിരിക്കണം. ഒരു ആർക്കെങ്കിലും ഒരു വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ കൂടി ആയിരിക്കണം എന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞാനിപ്പോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതാരാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. പുതിയതായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വന്ന എല്ലാ കൂട്ടുകാർക്കുമായിട്ട് ഞാൻ ആളെ പരിചയപ്പെടുത്താം. ഇത് നമ്മുടെ ഫ്രണ്ടാണ്, അനിയനാണ്, എല്ലാം ആണ്. അരവിന്ദ് എന്നാണ് അവന്റെ പേര്. ഇവനൊരു ഫുഡ് ബ്ലോഗറാണ്, ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് ആണ്, അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോ ഡെലീഷ്യസ് കേരള എന്ന് പറഞ്ഞ പേജും ഹംഗർലെസ് കേരള എന്ന് പറഞ്ഞ പേജിന്റെ അഡ്മിൻ ആണ്. ഹംഗർലെസ് കേരള ഒരു പേജ് എന്നല്ല പറയുന്നത്, അതൊരു ഇനീഷ്യേറ്റീവ് ആണ്. അപ്പൊ എന്താണ് ഹംഗർലെസ് കേരള എന്നുള്ളതാണ് ഈ വീഡിയോ. അപ്പൊ അരവിന്ദാണ് ഇത് സ്റ്റാർട്ട് ഓഫ് ചെയ്തത്. അപ്പൊ അരവിന്ദിനോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം എന്താണ് ഹംഗർലെസ് കേരള, എന്തുകൊണ്ടാണ് ആ പ്രചോദനത്തോടെ ഇതിങ്ങനെ തുടങ്ങാനുണ്ടായ സാഹചര്യം, കാര്യങ്ങളൊക്കെ. അപ്പൊ തുടർന്ന് കാണുക. അത് മാത്രമല്ല, എന്റെ ഒരു റിക്വസ്റ്റ് ആണ്, ഏതൊരു വീഡിയോ കാണുന്ന പോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. കാരണം ഇതൊരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ്. ഇതൊരു ഭയങ്കര ലാർജർ ദാൻ ഒരു നോർമൽ വീഡിയോ ആണ്. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ജസ്റ്റ് ഇത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് പോലും നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പൊ തുറന്ന് കാണാം. അപ്പൊ അരവിന്ദ്, ഹംഗർലെസ് കേരള എന്താണ് പ്രേക്ഷകരോട് പറയാം? ഹംഗർലെസ് കേരള ഒരു നമ്മൾ തുടങ്ങിയ ചെറിയൊരു ഇനീഷ്യേറ്റീവ് ആണ്. അതിന് കൂടുതൽ എന്താന്ന് വെച്ചാൽ ഹംഗർലെസ് കേരള ഉദ്ദേശം, നമ്മുടെ ഒരു ഇനീഷ്യൽ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മള് ഈ പാവപ്പെട്ട സ്ട്രീറ്റ്സിൽ കിടക്കുന്ന ആൾക്കാർക്ക്, തെരുവിൽ കിടക്കുന്ന ആൾക്കാർക്ക്, ഒരു നേരത്തെ ഭക്ഷണം കിട്ടാത്ത ആൾക്കാർക്ക് ഒരു നേരത്തെ ഭക്ഷണം എത്തിച്ചു കൊടുക്കുക എന്നാണ് നമ്മുടെ ഒരു ഉദ്ദേശം. എന്താണ് അങ്ങനെ ഒരു ആസ് എ ഫുഡ് ബ്ലോഗറായി എനിക്ക് നിന്നെ ആദ്യം ഞാൻ പരിചയപ്പെടുന്നത്. അപ്പോ ഇപ്പൊ നമ്മൾ അതില് ഉപരിയാണ്. അപ്പോ എനിക്ക് എന്നോട് ചോദിക്കാനുള്ളത്, എങ്ങനെ ഈ ഒരു ആശയത്തിലെത്തി? അതെങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമില്, കോളേജ് കഴിഞ്ഞപ്പോ ഒരു വർഷം ഗ്യാപ്പ് ഉണ്ടായിരുന്നു, കുറച്ച് അപ്ലൈ ചെയ്തെടുക്കാണ്ട്. അപ്പൊ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ആ ഗ്യാപ്പില് തുടങ്ങിയിട്ടൊരു ഇനീഷ്യേറ്റീവ് ആണ് ഡെലീഷ്യസ് കേരള. അതിൽ കൂടെ നമ്മള് കൂടുതലും ഈ ഫുഡിനെ, പലതരം ഫുഡ് അത് പ്രഷറിൽ എത്തിക്കുക, ആൾക്കാരിൽ എത്തിക്കുക, എവിടെ കിട്ടുമെന്ന് അറിയിക്കുക, എത്ര പൈസയാണെന്ന് അറിയിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു ഉദ്ദേശമാണ് ഫുഡ് റിവ്യൂസ് കൊച്ചി ചെയ്യണം. ഒരു ചെറിയ ഉദ്ദേശം എന്റെ അന്നത്തെ പതുക്കെ നമുക്കൊന്ന് ഗ്രാസ്പ് ചെയ്ത് വന്നു. പിന്നെ അവിടെ നിന്ന് നമ്മള് ടേസ്റ്റിംഗ് സെഷനിലൊക്കെ നമ്മൾ പോകാറുണ്ട്. അങ്ങനെ ഒരു ടേസ്റ്റിംഗ് സെഷന് ഞാനും ഗോവിന്ദ് എന്ന് പറഞ്ഞ നമ്മുടെ ഫ്രണ്ട് ഉണ്ട്, ഞാനും അവനും കൂടെയൊക്കെയാണ് പേജ് മാനേജ് ചെയ്യണം, ഡെലീഷ്യസ് കേരള പേജ് മാനേജ് ചെയ്യണം. സോ അവനും കൂടി നമ്മള് ഒരു ടേസ്റ്റിംഗ് സെഷൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനും എന്റെ ഫ്രണ്ട് ഗോവിന്ദും കൂടിയാണ് പോയത്. അപ്പൊ നമ്മൾ അത് കഴിഞ്ഞ് തിരിച്ചു തന്നെ വഴിക്ക് അവിടെ കുറച്ച് ഫുഡ് ബാക്കി വന്നത്. അപ്പൊ നമ്മളത് പാർസൽ ചെയ്ത് മേടിച്ച് പിറ്റേ ദിവസം വീട്ടിൽ കൊണ്ട് കഴിക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തോടെ അപ്പൊ അത് മേടിച്ച് തന്നെ വഴിക്ക്, എന്റെ ഇവിടെ ആലുവയിലാണ്. അപ്പൊ ആലുവ എത്തി, ഫ്ലൈ ഓവറിനോടെ എത്തി. അപ്പൊ അവന്റെ വണ്ടി ആ ഫ്ലൈ ഓവറിനോടെ ഇരുന്നായിരുന്നു. അപ്പൊ നമ്മുടെ വേറെ കുറച്ച് ഫ്രണ്ട്സും കൂടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ എത്തിപ്പോ അവൻ പറഞ്ഞു, എടാ നമ്മള് കഴിക്കേണ്ട ഒരു കാര്യം ചെയ്യുന്ന, ആ ഒരു കുട്ടി അവിടെ നിൽക്കണ്ടായിരുന്നു. അപ്പൊ ആ കുട്ടിക്ക് കൊടുത്തോളാൻ പറഞ്ഞു ഭക്ഷണം. നമ്മൾ ആ ഭക്ഷണം ഒരു പൊതി ബിരിയാണി ആയിരുന്നു. ആ ബിരിയാണി ആ കുട്ടിക്ക് കൊടുത്തു. അപ്പൊ അതിന് ശേഷം കാണുന്ന കാഴ്ച എന്താ വെച്ചാൽ, ഈ കുട്ടി ആ ബിരിയാണി എടുത്തിട്ട് അതിന്റെ അച്ഛനും അമ്മയുടെ അടുത്ത് പോയി, എന്നിട്ട് അവർക്കും കൊടുക്കുന്നു, അവരും കഴിക്കുന്നു, കുട്ടിയും കഴിക്കുന്നു. അച്ഛനും അമ്മയും കുട്ടിയും കഴിക്കാനാണ് കാണുന്നത്. അവിടെ നിന്ന് എന്താ പറയാ, ഒരു ഇനീഷ്യേറ്റീവ് തുടങ്ങിയ ഒരു പ്രചോദനം കണ്ടു തുടങ്ങിയ ഒരു ഇനീഷ്യേറ്റീവ് ആണ് ഹംഗർലെസ് കേരള. അങ്ങനെയാണ് അതിന്റെ തുടക്കം വന്നത്. പിന്നെ അതായത് നമ്മൾ ഇത്രയും അധികം കഴിക്കുമ്പോഴേക്കും ഒട്ടും ഒരു നേരത്തെ പോലും ഫുഡ് കിട്ടാതിരിക്കുന്ന ആൾക്കാരുണ്ട് എന്നുള്ളൊരു ബോധം അന്ന് വന്നു. അന്ന് കാഴ്ചയിൽ നമ്മൾ കണ്ട് മനസ്സിലാക്കിയത്. അതിനു മുമ്പ് വരെ നമ്മൾ എന്താ വെച്ചാൽ സ്വന്തം വയർ നിറയ്ക്കുക, സ്വന്തം വയർ മനസ്സിൽ നിറയ്ക്കുക, അങ്ങനത്തെ ഒരു ഉദ്ദേശമായിരുന്നു പിന്നീട് അതിന് മുമ്പൊക്കെ ഉണ്ടായിരുന്നത്. ബേസിക്കലി എല്ലാ ഫുഡ് ബ്ലോഗേഴ്സ് ആരെടുത്ത് നോക്കിയോ എന്ന് വെച്ചാൽ എല്ലാവരും ഫുഡ് ലവേഴ്സ് ആണ്. ഫുഡ് ഇഷ്ടമുള്ളതുകൊണ്ട് ഫുഡിന്റെ ഈ ഒരു കാര്യങ്ങൾക്കായിട്ട് ഓടി കിടക്കണം. ഇപ്പൊ ഫുട്ബോൾ ആരാധകരെ പോലെ അല്ലെങ്കിൽ ഏതൊരു ആരാധകരെ പോലെ തന്നെയാണ് ഞങ്ങൾ ഫുഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. ഫുഡ്, സിനിമ, എല്ലാം അങ്ങനത്തെ ഒരു ഇത് തന്നെ. പക്ഷെ നമ്മുടെ മുന്നിൽ, കൺമുന്നിൽ ഒരാൾക്ക് ഒന്നും ഇല്ലാതെ നിൽക്കണം കാണുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ. അതായത് നമുക്കൊക്കെ എന്തോരം ലാവിഷാണെന്നത്. അതെ അതെ. കാരണം പിന്നെ നമ്മള് അവിടെ നിന്ന് ഒരു കുറെ മാസങ്ങൾക്ക് മുമ്പാണ് സംഭവിച്ചത്. സോ അവിടെ നിന്ന് ഞാൻ പിന്നെ ആലോചിച്ചത് എങ്ങനെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്തെടുക്കും, അതിന് എന്തൊക്കെയാ ചെയ്യേണ്ടത്, ആരൊക്കെ കാണണ്ടേ, അങ്ങനെയൊക്കെ കുറെ ആലോചിച്ചു. സോ അതിനൊന്നും ഉത്തരം കിട്ടിയില്ല. പക്ഷെ ഇങ്ങനെ ചോദിച്ച് നടന്നിരുന്നു. പിന്നെ നമ്മൾ എല്ലാ ഹോട്ടലിലും പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്,
അവിടെ ഈ രാത്രി കാലങ്ങളിൽ ബാക്കി വരുന്ന ഫുഡ് അത് അവര് ഒന്നിന് പന്നി ഫാമിലോട്ട് ഒന്നിന് കുഴിച്ചു കൊടുക്കും. അതാണ് അവര്. അതെനിക്കറിയാം, കാരണം അനുപയുടെ തന്നെ ഒരു ഫ്രണ്ടിന്റെ ഫാദറും ബ്രദേഴ്സ് എല്ലാവരും കൂടി പന്നി ഫാം നടത്തുന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്കറിയാം ഇവിടെ അവര് ഇടുക്കിയിലാണ്, അവിടെ നിന്ന് ഇവിടം വരെ വന്നിട്ട് കളക്ട് ചെയ്തുകൊണ്ടൊക്കെ പോകുന്നുണ്ട്. അത്രയും അങ്ങനെയൊക്കെ വരെ നടക്കുന്നുണ്ട്. കാരണം അങ്ങനെ കളക്ട് ചെയ്യണമെങ്കിൽ അത്ര വേസ്റ്റ് ഉണ്ടാവുന്ന. അതെ അതെ, കൂടുതൽ വേസ്റ്റും വരുന്നത് ബുഫേസ് ഉള്ള സ്ഥലങ്ങളിലാണ്. നമ്മളിപ്പോ ഒരു കടയിൽ ഇപ്പൊ ഒരു ബിരിയാണി ഓണർ ആണെങ്കിൽ 1000 പേർക്കുള്ള ബിരിയാണി ഒരു ദിവസത്തേക്ക് ഉണ്ടാക്കി വെക്കും. പക്ഷെ 800 പേര് വന്നിട്ടുണ്ടാവും. പക്ഷെ ആ 200 ബിരിയാണിയോടെ നല്ല ബിരിയാണി ആയിരിക്കും. അതായിരിക്കും അയാള് ഇങ്ങനെ പന്നി ഫാമിലോട്ട്. ഈ 200 ബിരിയാണി ബാക്കി വരുമ്പോ എത്ര നിങ്ങൾ തിന്നും? ഇപ്പൊ ഞാനൊരു ഉടമസ്ഥനാണെങ്കിൽ തന്നെ എനിക്ക് വീട്ടിൽ കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ ആൾക്കാർക്ക് കൊടുക്കാവുന്ന പരിമിതി ഉണ്ട്. ബാക്കി എന്ത് ചെയ്യാനാ? കേറ്ററിംഗ് സർവീസ് ഒക്കെ ചെയ്യണ പോലെ നേരെ കൊണ്ട് കളയും. അതാണ് പ്രശ്നം. അങ്ങനെയാണ് നമ്മുടെ ഈ പൊതുവെ മിക്ക ഹോട്ടൽസിൽ ഞാൻ കണ്ടേക്കണം. പിന്നെ ചില ഹോട്ടൽസ് കറക്റ്റ് ഉണ്ടാക്കി വെക്കും, പിന്നെ ആവശ്യമുള്ളത് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. അങ്ങനത്തെ ഹോട്ടൽസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ കഫേസും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ. പിന്നെ ഡെയിലി ബിരിയാണി പോലത്തെ ഉണ്ടാക്കുന്ന ഫ്രൈഡ് റൈസ് ഒക്കെ പൊതുവെ ഉണ്ടാക്കുന്ന ഹോട്ടൽസ് മാത്രമാണ് ഇങ്ങനൊരു വേസ്റ്റേജും കാര്യങ്ങളും ബുഫേ വേസ്റ്റേജും കാര്യങ്ങളൊക്കെ വരണം. അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സാധനം അടുത്ത ദിവസം കൊടുക്കാൻ പറ്റത്തില്ല എങ്ങനെ പോയാലും. അത് മാത്രമല്ല, ഇത് കൊണ്ടുപോകാൻ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് ഇവർക്ക് കൊടുക്കാൻ താല്പര്യമുണ്ട് ആർക്കെങ്കിലും. പക്ഷെ ആ ഒരു രാത്രി ആ ടൈമിൽ ഒരു 10 മണിക്ക് ശേഷം ഇവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ആളില്ല, അല്ലെങ്കിൽ അതൊന്ന് കളക്ട് ചെയ്യാൻ ആളില്ല. സോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു ഇനിഷ്യേറ്റീവ് നമ്മൾ തുടങ്ങുന്നത്. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ കൊല്ലം 2019 ഫ്ലഡ് ഉണ്ടായിരുന്നു മലപ്പുറം വയനാടൊക്കെ. സോ അവിടെ തുടങ്ങിയ സ്റ്റാർട്ടിങ് ഹംഗർലെസ് കെയർ സ്റ്റാർട്ടിങ് അവിടെ തുടങ്ങിയാണ്. അതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മള് ദേശം എന്ന് പറയുമ്പോൾ എന്റെ വീട് ദേശത്താണ്, ആലോ ദേശത്ത്. അരവിന്ദിന്റെ വീട്ടിലൊക്കെ ഫ്ലഡ് വന്നപ്പോഴേക്കും വെള്ളം കയറിയാണോ? അതെ, അത് 2 കൊല്ലം മുമ്പായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ദുരിതം നമുക്കറിയാം എന്താ സംഭവം. ഈ ഫ്ലഡ് ഒരു വീട്ടിൽ വെള്ളം ഒരു വീട്ടിൽ കയറി കഴിഞ്ഞാൽ ഇറങ്ങി പോകുമ്പോ എന്തൊക്കെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമോ നമ്മളും നിങ്ങളെ കണ്ടുപിടിച്ചതാണ്. സോ നമുക്കൊരു തോന്നി ഇങ്ങനെ അവർക്ക് കുറച്ച് ഫുഡ് എത്തിച്ചു കൊടുക്കാൻ പറ്റിയ, നമ്മളെ കൊണ്ടാവുന്ന എത്തിച്ചു കൊടുക്കാൻ പറ്റിയ അത്ര നല്ലത്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ദേശത്ത് ഒരു ഹംഗർലെസ് കെയറിലെ കളക്ഷൻ പോയിന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഒരു 15 ദിവസത്തെ കളക്ഷൻ പോയിന്റാണ് എന്റെ ഒരു ഐഡിയ. ആദ്യത്തെ 2-3 ദിവസമൊക്കെ നമുക്ക് ഒന്നും ഉണ്ടായില്ല. പിന്നെ നമ്മൾ വീടുകളിലും നാട്ടിലെ പ്രദേശത്തെ എല്ലാ വീടുകളിലും കയറിയിട്ട് നമ്മുടെ ദേശത്തെ ഫ്രണ്ട്സൊക്കെ കൂടി ചേർന്നിട്ടാണ് നമ്മൾ അവിടെ നിന്ന് കുറെ കാര്യങ്ങൾ കളക്ട് ചെയ്ത്. സോ അങ്ങനെ തന്നെ പതുക്കെ സഹായങ്ങൾ വന്നു തുടങ്ങി. ഒരു 15 ദിവസം കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഒരു 150 വീടിലോട്ടുള്ള അരി, ഒരാഴ്ചത്തേക്കുള്ള അവർക്ക് വേണ്ട ഫുഡ് റോ മെറ്റീരിയൽസ്, അതില് പഞ്ചസാര, തേയിലപ്പൊടി, ഉപ്പ്, മുളക്, അങ്ങനെ എല്ലാം ഉൾപ്പെടെ ഉള്ള ഒരു ഇതാണ്. ഈ സംഭവം പറഞ്ഞപ്പോഴാണ് അന്നൊരു വേറൊരു അടിപൊളി സംഭവം ഉണ്ടായി. ഒരു കൂട്ടര് ഒരു 30,000 രൂപ ധനസഹായം ആയിട്ട് വന്നായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് അരവിന്ദൻ പറഞ്ഞു ധനസഹായമായിട്ട് വേണം നിങ്ങൾക്ക് സാധനം മേടിച്ചു തന്നാൽ മതി. ഇതൊക്കെ പറഞ്ഞ ആള് വരാറായപ്പോഴേക്കും എവിടെ നിന്നാന്ന് ചോദിച്ചപ്പോഴാണ് അതിനുള്ള മറുപടി ഇടുന്നില്ല. ഇപ്പൊ ഞാൻ പറയുമ്പോ എനിക്ക് രോമാഞ്ചം വരും. ഓൾ കേരള പബ്ജി ഫാൻസ് അസോസിയേഷനായിരുന്നു. അതെ, നമുക്ക് അവരാണ് ഒരു 30,000-ന്റെ പൈസ എടുത്ത് തരാന്ന് പറഞ്ഞപ്പോ വേണ്ട, നമുക്ക് ഇങ്ങനെ സാധനങ്ങൾ മേടിച്ച വെള്ളം അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിച്ചെന്നാൽ മതി എന്ന് പറഞ്ഞു അവരുടെ അടുത്ത്. സോ അങ്ങനെയാണ് അവര് നമ്മളെ കോണ്ടാക്ട് ചെയ്ത് നമുക്ക് ഇങ്ങനെ മേടിച്ചത്. ആരെയാണ് മേടിച്ചു തന്നെ. ആരെയും നിസ്സാരമായിട്ട് തള്ളരുതെന്നുള്ള വലിയൊരു എക്സാമ്പിൾ ആണത്. എന്ന് വെച്ചാൽ ആരും എപ്പോഴും സഹായത്തിന് ആര് വരും നമുക്ക് പറയാൻ പറ്റില്ല. നമുക്കൊരു പ്രോബ്ലം വരുമ്പോ നമ്മൾ വിചാരിക്കുന്ന ആളല്ലായിരിക്കും നമുക്ക് സഹായത്തിന് വരുന്നത്. ആ ഫ്ലഡ് തെളിയിച്ചതാണത്. കാരണം ഞങ്ങളൊരു ചെറിയൊരു പ്രതിസന്ധിയിൽ നിൽക്കായിരുന്നു. കാരണം എന്താ വെച്ചാൽ നമുക്ക് ബക്കറ്റ് ഉണ്ടായില്ല, ബക്കറ്റും കപ്പും ഉണ്ടായില്ല ആ വീടുകളിൽ കൊടുക്കാനായിട്ട്. സോ എന്ത് ചെയ്യുന്നു വിചാരിച്ചിരിക്കുമ്പോൾ അവര് വന്നിട്ട് ഞങ്ങൾ ചെയ്തു തരാം ചേട്ടാന്നൊക്കെ പറഞ്ഞത്. സോ അവർ ചെയ്തു തന്നു. പിന്നെ എന്റെ വീട്ടിലെ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഇങ്ങനെ ചെയ്തു തന്നിരുന്നു. പിന്നെ നമ്മുടെ നാട്ടുകാർ എല്ലാരും കൂടി ചെയ്തു തരുന്നു. എല്ലാവരും നമ്മളെ ഹെൽപ്പ് ചെയ്തിരുന്നു നല്ലോണം. പിന്നെ ആളുകളുള്ള കുറച്ച് പേരൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് ഗ്യാങ്ങിൽ പെടുന്ന അവരെല്ലാരും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്, നമ്മുടെ ഫുഡ് ബ്ലോഗേഴ്സ് ആയിട്ടുള്ള എല്ലാവരും നമ്മളെ ഹെൽപ്പ് ചെയ്തിരുന്നു. അങ്ങനെ കുറെ സഹായങ്ങൾ കിട്ടിയിരുന്നു. സോ അവിടെ നിന്ന് നമ്മൾ 20-21 ദിവസം നമ്മളൊരു ഫ്രണ്ടിന്റെ ഒരു വണ്ടി ഉണ്ടായിരുന്നു. അപ്പൊ ആ വണ്ടി കയറ്റി സാധനങ്ങളൊക്കെ കയറ്റിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് മലപ്പുറത്ത് കവളപ്പാറ എന്നുള്ള സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. സോ അവിടെ അതിന്റെ കാര്യങ്ങളൊക്കെ ഹംഗർലെസ് കെയർ ഇൻസ്റ്റാഗ്രാം പേജിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അതൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തായിരുന്നു ഏതായിരുന്നു എന്നൊക്കെ. അതൊക്കെ കറക്റ്റ് ആയിട്ട് അതിനകത്ത് നമ്മള് എന്താ പറയാ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെ അതെ. അതുപോലെ അരവിന്ദിനോട് വേറൊരു കാര്യം ഞാനിപ്പോ അരവിന്ദ് തന്നെ പറയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഹംഗർലെസ് കേരള എന്താ ചെയ്യുന്നത് എന്നുള്ളത്. ഈ പറഞ്ഞ ഞാനും ഹംഗർലെസ് കേരളയുടെ ഭാഗമാണ്. അനുഭവം ഞങ്ങൾ എല്ലാവരും ഒക്കെ നമ്മുടെ കൂടുതൽ ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും ഇവൻ തുടങ്ങി വെച്ച ഇനീഷ്യേറ്റീവിന്റെ ഭാഗമാണ്. അപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഒരു കാര്യം കൂടി എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഹെൽപ്പ് വേണം. ഇപ്പൊ ബാഡ്ലി ഇൻ നീഡ് ഓഫ് ഹെൽപ്പാണ്. കാരണം വെച്ചാൽ ആളില്ല, വോളണ്ടിയേഴ്സിനെ നമുക്ക് ആവശ്യം. ഫുഡ് തരാൻ സന്നദ്ധരായ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്,
എന്താണ് അങ്ങനെ എല്ലാ സംഭവങ്ങളും നമുക്ക് വരുന്നുണ്ട്. കൂടെ ഇപ്പൊ ഓരോരുത്തര് നമ്മൾ ഈ ഓരോ ദിവസം കൂടുമ്പോഴേക്കും ഓരോരുത്തർ ജോയിൻ ചെയ്യുന്നുണ്ട്. പക്ഷെ പ്രോബ്ലം നമുക്ക് ഞങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് ഇപ്പൊ എന്റെ ഇവിടെ നമുക്കറിയാം, ഇവന്റെ ഇവിടെ ആലുവയാണ്, വേറൊരു ഫ്രണ്ടിനോട് ചിറ്റൂരാണ്, അരവിന്ദില്ല. അപ്പൊ വേറെ അരവിന്ദായിട്ട് പറഞ്ഞു സ്റ്റെപ്സിലുള്ള, നിങ്ങൾ കണ്ടിട്ടുണ്ടോ വീഡിയോയില്. അപ്പൊ ഞങ്ങളൊക്കെ ഇങ്ങനെ സ്കാറ്റേഡ് ആയിട്ട് അവിടെ ഇവിടെ കിടക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞ റെസ്റ്റോറൻറ്റ്സ് നമ്മളെക്കാൾ കുറച്ച് ഡിസ്റ്റൻസിലേക്കാണ്. ഇപ്പൊ ഇവിടെ നമുക്ക് അടുത്തുള്ള ഒരു റെസ്റ്റോറന്റിൽ നമ്മുടെ തമ്മനത്താണ്, ഞാൻ തമ്മനം വരെ പോയിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ ഒരു ദിവസം ഞാനാണെങ്കിൽ അടുത്ത ദിവസം വേറൊരാൾ, അങ്ങനെ കുറെ പേരുണ്ട്. പക്ഷെ അപ്പോഴും എണ്ണം കുറവാ. നമുക്ക് എല്ലാവർക്കും എല്ലാ ദിവസവും പോകാനുള്ള ഒരു സാഹചര്യം നമുക്ക് മനസ്സുണ്ട്, പക്ഷെ സാഹചര്യം അനുവദിക്കില്ല. ചിലപ്പോൾ നമുക്ക് വണ്ടി ഉണ്ടാവത്തില്ല, ചിലപ്പോൾ മഴയായിരിക്കും, അങ്ങനത്തെ അവസ്ഥ വരും, ചിലപ്പോൾ വയ്യായിക ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റെസ്റ്റോറന്റിൽ ചെല്ലാൻ സന്നദ്ധമായിട്ടുള്ള മിനിമം എന്ന് പറയാനില്ല, സത്യം പറഞ്ഞാൽ എത്ര പേരുണ്ടെങ്കിലും സൗകര്യമാണ്. കാരണം ഒരാളില്ലെങ്കിൽ മറ്റുള്ള ആള് ചെന്ന് കഴിഞ്ഞാൽ ഒരു 5 തൊട്ട് 10 പേർക്ക് വരെ ഫുഡ് കിട്ടുകയാണ് ആ ഒരു റെസ്റ്റോറന്റിൽ നിന്ന് മാത്രം. അങ്ങനെ നമുക്ക് വോളണ്ടിയേഴ്സ് കുറവായിരുന്നു ആദ്യം ഞാൻ തുടങ്ങുന്ന ടൈമില് ഞാൻ മാത്രം ഉണ്ടായിരുന്നു. നമ്മുടെ ഗോവിന്ദ് ഉണ്ടായിരുന്നു, അവൻ CA പഠിക്കാനാണ്. അപ്പൊ അവന് ഇറങ്ങി വരാനുള്ളൊരു പരിമിതി ബുദ്ധിമുട്ടുള്ളത് എനിക്ക് മനസ്സിലാവുന്നത് ഞാൻ അധികം വിളിക്കാറില്ല അവനെ. സോ അങ്ങനെ തുടങ്ങിയതാണ്. കാരണം നമുക്ക് ആദ്യമായിട്ട് ഞാൻ തുടങ്ങിയത് തിരുവനന്തപുരത്താണ്. കാരണം എനിക്ക് എറണാകുളത്ത് തുടങ്ങിയ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാന്ന് വെച്ചാൽ എനിക്കറിയാൻ പറ്റുന്ന ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. അത് എനിക്ക് പേടിയാണ്, ധൈര്യം ഉണ്ടായില്ല. ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ നമുക്ക് എപ്പോഴും ഉണ്ടാവും. എനിക്ക് ഏറ്റവും കൂടുതൽ ധൈര്യം തന്നത് നമ്മുടെ നോ ഷോസ് എന്ന് പറഞ്ഞ ഒരു ആലൊരു കമ്പനിപ്പടി കഫേ ഉണ്ട്. സോ അവിടുത്തെ കോഫി ഷോപ്പാണ്. സോ അവിടുത്തെ വിനീത് എന്ന് പറഞ്ഞ ചേട്ടനാണ് നമുക്ക് ഇതിന് ഒരു പ്രചോദനം തന്നത്, മീൻസ് കൂടുതൽ എൻകറേജ്മെന്റ് തന്നത്. പിന്നെ നമ്മുടെ എടപ്പള്ളി ഇഫ്താറിന്റെ അടുത്തുള്ള കഫേ ഡി അറേബ്യ, അവിടുത്തെ കഹാറിക്കയാണ് നമുക്ക് പിന്നെ എങ്ങനെയാണ് ഒരു ഹോട്ടലിന്റെ സൈഡിൽ നിന്ന് വരുമ്പോൾ എന്തൊക്കെയാണ് നീ അറിഞ്ഞിരിക്കേണ്ടത് കാര്യങ്ങളൊക്കെ കഹാറിക്കയാണ് പറഞ്ഞു തന്നത്. സോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇവിടെ എങ്ങനെ തുടങ്ങും എന്നുള്ളത്. കാരണം കഹാറിക്ക നമ്മൾ സഹായിക്കാറുണ്ട്, കഫേ ഡി അറേബ്യ എന്നൊക്കെ സഹായിക്കാറുണ്ട്. പക്ഷെ എങ്ങനെ ഒരു ഭയങ്കര വലിയൊരു സ്റ്റാർട്ടപ്പ് എങ്ങനെ നടത്തുന്ന രീതിക്ക് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഫ്രണ്ട് റസിൻ എന്ന് പറഞ്ഞ, അവൻ കേരള ലോ അക്കാദമി തിരുവനന്തപുരത്ത് പഠിക്കണതാണ്. സോ അവൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, ഇങ്ങോട്ട് പോര്, നമുക്ക് ഇവിടെ സംസം എന്ന റെസ്റ്റോറന്റ് പുള്ളിയുടെ അടുത്ത് സംസാരിച്ച് നോക്കാന്ന് പറഞ്ഞു. സംസം എല്ലാവർക്കും അറിയുന്ന ഒരു റെസ്റ്റോറന്റ് ആണ്. തിരുവനന്തപുരത്ത് നിന്ന് ആരെങ്കിലും വീഡിയോ കാണണമെങ്കിൽ അവർക്ക് അറിയാൻ പറ്റുന്നതായിരുന്നു. സംസം ഭയങ്കര ഫേമസ് റെസ്റ്റോറന്റ് ആണ്. സംസമെ ഞാൻ ചെന്നിട്ട് നാഫിക്ക എന്ന് പറഞ്ഞ സംസമിന്റെ ഓണറിനെ കണ്ടു. നാഫിക്കയുടെ അടുത്ത് കാര്യങ്ങൾ, നമ്മുടെ ഐഡിയ ഇതൊക്കെയാണ്, ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ചെയ്യാൻ ആഗ്രഹം, അങ്ങനെയൊക്കെ പറഞ്ഞു നാഫിക്കയുടെ അടുത്ത്. അപ്പൊ നാഫിക്ക പറഞ്ഞ് നീ ഒരു കാര്യം ചെയ്യ്, ഇവിടെ എത്ര മീൻസ് തിരുവനന്തപുരത്ത് നമ്മുടെ ലൊക്കാലിറ്റിയിൽ എത്ര പേരുണ്ട്, മീൻസ് ഇങ്ങനെ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ നടക്കുന്ന എത്ര പേരുണ്ടെന്ന് നീ അന്വേഷിച്ചിട്ട് വരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ അന്വേഷിച്ചു. അപ്പൊ ഒരു 65-70 ആൾക്കാരോളം ഉണ്ട്. അപ്പൊ നാഫിക്കയുടെ അടുത്ത് നമ്മുടെ ഫസ്റ്റ് ഒരു അപ്രോച്ചില് പറഞ്ഞ് ഒരു 30 ആൾക്കാരേ ഉള്ളൂ നാഫിക്ക എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിയുടെ അടുത്ത് പറഞ്ഞ് 30 ഉള്ളൂ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 30 ഉള്ളൂ. അത് പറഞ്ഞു 30 ആണെങ്കിൽ നിനക്ക് 300 ഭക്ഷണം വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 30 മതി എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് അപ്പൊ തന്നെ പുള്ളി അന്ന് രാത്രി വൈകിട്ട് ഞാൻ പോയി പറഞ്ഞു, അന്ന് രാത്രി പറഞ്ഞതിന്റെ അടുത്ത് നീ രാത്രി വരണം, ഞാൻ ഭക്ഷണം തരാന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഓൺ ദ സ്പോട്ട്, ബാക്കിയൊന്നും ഭക്ഷണമൊന്നുമല്ല, ഓൺ ദ സ്പോട്ട് അവിടെ തന്നെ ഒരു എനിക്ക് പൊറോട്ടയും മുട്ടക്കറിയായിരുന്നു. ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി കൊടുത്താന്ന് ആലോചിക്കണം. എടുക്കുമ്പോ കൈ പൊള്ളായിരുന്നു, അമ്മാര് ചൂടായിരുന്നു. പുള്ളി അപ്പൊ തന്നെ ഒരു വലിയൊരു കേസിൽ എനിക്ക് ആക്കി തന്നത്. എന്നിട്ട് നമ്മൾ ഒരു കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അവിടെ, റസിൻ എന്ന് പറഞ്ഞ നമ്മുടെ ഫ്രണ്ട് ഉണ്ട്, അമ്പാടി റസിൻ, പിന്നെ അസ്ലാം, അങ്ങനെ കുറച്ച് അൻസിഫ്, അങ്ങനെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. സോ അവരൊക്കെ കൂടിയിട്ട് നമ്മളിത് ഇവിടെ തമ്പാനൂർ ബസ് സ്റ്റാൻഡ്, തമ്പാനൂർ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. ഇവൻ ഈ കൊടുത്തതിന്റെ വീഡിയോ സത്യം പറഞ്ഞ ഹാൻഡർലെസ് കേരളയിൽ ഇട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞ വീഡിയോ ഇടാൻ ഞങ്ങൾക്ക് ആർക്കും താല്പര്യം ഇല്ല. പക്ഷെ നമ്മൾ ഒരാളൊരു കാര്യം ബോധ്യപ്പെടുത്തണമെങ്കിൽ അതിനൊരു പ്രൂഫ് വേണം. അതിന് സീയിങ് ഇസ് ബിലീവിംഗ് എന്ന് പറയും. ആൾക്കാർ കണ്ടാലേ വിശ്വസിക്കുള്ളൂ. ഒരു ഫോട്ടോ ആണെങ്കിൽ പോലും ചിലപ്പോൾ ഫോട്ടോഷോപ്പ് ആണെന്ന് പറഞ്ഞാൽ. അപ്പോ അത് മാത്രമല്ല, പബ്ലിസിറ്റി സ്റ്റണ്ട് ആണെന്ന് എല്ലാവർക്കും തെറ്റിദ്ധരിക്കാൻ വളരെ എളുപ്പമാണ് ഈ കാര്യത്തില്. അപ്പൊ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇപ്പൊ അരവിന്ദിനെ നന്നായിട്ട് അറിയാൻ പറ്റുമോ, ഒരുപാട് ആൾക്കാര് കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ആ കുറ്റപ്പെടുത്തൽ ഇന്നവരെ എടുത്തിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കാണുന്ന രീതി, ഇപ്പൊ അരവിന്ദിന്റെ ഇന്ന് ഒരുപാട് ഞാൻ പഠിച്ചിട്ടുണ്ട്. പ്രായത്തിൽ അരവിന്ദ് എന്നേക്കാൾ ഒരുപാട് ഇളയതാണ്. പക്ഷെ ഒരുപാട് പഠിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആളുടെ പ്രായത്തിനൊത്തുള്ള കാര്യങ്ങളല്ല ആൾ ചെയ്യുന്നത്, അതിനും പുറമേയുള്ള കാര്യങ്ങളാണ്. അപ്പോ എന്താണ് പ്രായം എന്ന് അവൻ പറയും. നിനക്ക് എത്ര വയസ്സെന്ന് പറഞ്ഞു? 22 വയസ്സായിട്ടുള്ളൂ. ഞാൻ 30 വയസ്സ് കഴിഞ്ഞിട്ടോ. അപ്പൊ എന്ന് വെച്ചാൽ അവസരം ഉണ്ടായിരുന്നു ചെയ്യാത്ത ആൾക്കാരുണ്ട്, അവസരങ്ങൾ കിട്ടാത്തവരുണ്ട്. അപ്പൊ ഇതൊരു കോളിംഗ് ഔട്ട് ആണെന്ന് വേണേ പറയാം. അതായത് ഇങ്ങനെ ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാര് ഞങ്ങളുടെ കൂടെ ചേരാനോ അല്ലെങ്കിൽ അവര് സ്വയം ചെയ്താലും കുഴപ്പമില്ല. നമ്മുടെ എയിം എന്ന് പറയുന്നത്
എന്താണ് ഫുഡ് ഇല്ലാണ്ട് ആരും ഇവിടെ കൊച്ചിയിൽ നിന്നല്ല നമുക്കറിയാവുന്ന ഒരു സ്ഥലത്ത് കേരളം ലോകത്ത് ആരും ഫുഡ് ഇല്ലാണ്ട് കഷ്ടപ്പെടരുത് എന്നുള്ള. കാരണം പല സ്ഥലങ്ങളിലും ഫുഡ് ഓവറാ. അതാണ് സംഭവം. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇപ്പൊ ഞാൻ മാത്രം കൊടുത്തോണ്ട് ഇവിടത്തെ രക്ഷപ്പെടും. പക്ഷെ രക്ഷപ്പെടാൻ ചിലപ്പോ പെടും. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പോ ഞാനിപ്പോ ആലുവയിൽ കൊടുക്കുന്നതുകൊണ്ട് ആലുവയിൽ ഒരു വിധം എനിക്ക് പറയാൻ പറ്റും, ഒരു വിധം പട്ടിണി ഇല്ലാണ്ടാവണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം ഇതിനകത്ത് കുറെ എന്താ പറയാ കുറെ നെഗറ്റീവ്സ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ലൈക്ക് നമ്മൾ ഫുഡ് കൊടുക്കണ നമുക്ക് ഡിസേർവിംഗ് അല്ലാത്ത കുറെ പേരെ കാണാൻ പറ്റും. ലൈക്ക് വെള്ളം ഒടിച്ച് കിടക്കണവരുണ്ടാവും, ചിലപ്പോ രാവിലെ ജോലിക്ക് പോയിട്ട് വൈകിട്ട് അവിടെ വന്ന് കിടക്കുന്നവരുണ്ടാവും. ഇപ്പൊ ചിലവരിങ്ങനെ വിളിച്ചു പറയും നീ ഒരു കാര്യം ചെയ്യ്, നീ നാട്ടിൽ നിന്ന് പോരാ, ഇവിടെ ഫുഡ് ഉണ്ട് എല്ലാ ദിവസവും, പണി ഉണ്ട് എല്ലാ ദിവസവും, മുതലെടുക്കുന്നവരുണ്ടാവും. പക്ഷെ ഇപ്പൊ ഒരു അനുഭവം ഞാൻ പറയാം. ഇതിന് മുന്നേ അണ്ടർലെസ് കേരളനൊക്കെ മുന്നേ ഒരു നമുക്കൊരു ഉണ്ടോ എന്ന് പറഞ്ഞ ഇവിടുത്തെ ഒരു സ്ഥലത്ത് നിന്ന് നമുക്കൊരു പൊതിച്ചോറിന്റെ കേസ് വന്നിട്ട് ഞങ്ങൾ കൊച്ചിൻ ഫുഡ് എന്താണ് പോയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ എറണാകുളത്ത് കുറച്ച് സ്ഥലത്ത് ഫുഡ് കൊടുക്കാൻ. അപ്പൊ അന്നൊരു ചേട്ടൻ ഞങ്ങളെ കൊടുക്കുന്നതിന്റെ ഇടയിൽ വന്നിട്ട് ചോദിച്ചു, ഇങ്ങനെ എനിക്ക് 2 പൊതി കൂടി തരാമോ. ആദ്യം ചേട്ടൻ ആ ചേട്ടൻ പറഞ്ഞാൽ വേണമെന്ന് പറഞ്ഞു, അതിന് 2 പൊതി കൂടി തരാമോ. അപ്പൊ നമ്മള് ചോദിക്കുമ്പോ എന്തായാലും കൊടുക്കൂല. കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ഞാൻ കാണുന്നത് പുള്ളി ആ 2 പൊതി മൊത്തം 3 പൊതിയും പിടിച്ച് നേരെ ബസ്സിൽ കയറി അങ്ങ് പോയി. ഞാനപ്പോ ആദ്യം വല്ലാണ്ടായിരുന്നു. കാരണം വെച്ചാൽ എനിക്ക് ആ ചേട്ടൻ കൊടുക്കണേനല്ല പ്രശ്നം, അവിടെ ഫുഡ് ഇല്ലാതെ ഇരിക്കുന്ന ആൾക്കാർ അവിടെ വേറെ സൈഡിൽ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവർക്ക് കിട്ടിയില്ല എന്നുള്ള സങ്കടവും. എന്റെ 25 പൊതിച്ചോറ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ കയ്യില്. അപ്പൊ അതിനകത്ത് 3 പോയപ്പോ എനിക്ക് വന്ന വിഷമം വേറെ ഒന്നുമല്ല, ആ ചേട്ടന് കൊടുത്തതിലല്ല, അതിലും ഡിസർവിംഗ് ആയിട്ടുള്ള ഒരാളവിടെ ഉണ്ടായിരുന്നു. ആ ചേട്ടനെ വേണമെങ്കിൽ അത് അങ്ങനെ ആ മനസ്സിൽ അത് കാണാമായിരുന്നു, അത് ചെയ്തില്ല എന്നുള്ളതാണ്. പലർക്കും പല മെന്റാലിറ്റിയാണ്. അതെ അതെ. ചിലപ്പോ ആ ചേട്ടന് ചിലപ്പോ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കാം. പക്ഷെ അങ്ങനെ ഇതുണ്ട്. പക്ഷെ അതൊക്കെ നോക്കാൻ പോയാൽ ഒന്നും നടക്കില്ല. നമ്മൾ ചെയ്യാന്നുള്ളതാണ്. കാരണം ഒരു കാര്യം നമ്മള് ഈ ഒരു തോട്ട്സിനെയൊക്കെ മുകളിലേക്ക് ഒന്നും ജസ്റ്റ് ആലോചിച്ചാൽ മതി. ഫുഡ് ഇല്ലാത്തതുകൊണ്ടല്ലേ ആള് വരുന്നത്, അല്ലെങ്കിൽ വിശപ്പുള്ളതുകൊണ്ടല്ലേ. അപ്പൊ അങ്ങനെ വിചാരിച്ചാൽ മതി. നിങ്ങൾക്ക് ഡിസേർവിംഗ് ആയിട്ടുള്ള കുറെ ആൾക്കാരെ കാണാൻ പറ്റും. ഞാൻ ഒരാളോട് സംസാരിച്ച പുള്ളി എന്റെ അടുത്ത് പറഞ്ഞ് അത്യാവശ്യം ഒരു ഫേമസ് സെറ്റപ്പ് ഒക്കെയാണ്, ആരാന്നും പറയുന്നില്ല. പുള്ളിയുടെ അടുത്ത് ഞാൻ സംസാരിച്ച പുള്ളി പറഞ്ഞ എന്റെ അടുത്ത് ഞാൻ ഇങ്ങനെ കൊടുക്കാൻ ഇങ്ങനെ ആലോചിച്ചു, അപ്പൊ വിചാരിച്ചു ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾക്കാർ ഉണ്ടാവോ ഇല്ലേ. അപ്പൊ ഞാൻ കൊടുത്തോന്ന് ചോദിച്ചു, ഇല്ല കൊടുത്തില്ല. ഇങ്ങനെ പറഞ്ഞവരുണ്ട്. അപ്പൊ കൊടുത്തിട്ട് നമ്മുടെ എക്സ്പീരിയൻസിലൂടെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഞാൻ ഡെയിലി കൊടുക്കണം, എനിക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ആള് ഡിസേർവിംഗ് ആണോ അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചാണോ നടക്കണം. അല്ലെങ്കിൽ അരവിന്ദിന് വന്ന ഫീലിംഗ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ ഞാൻ നേരിട്ട് പോയപ്പോൾ എനിക്ക് മനസ്സിലായത്. ആ ഫീലിംഗ് ഈ അടുത്ത് ഞാൻ എന്റെ കൂട്ടുകാരന് ആ ഫീലിംഗ് എന്താണെന്ന് മനസ്സിലാക്കി കൊടുത്തു. ഞാൻ ഒരു സ്ഥലത്ത് പോയിട്ട് ഓൾറെഡി ഞാൻ അവിടെ ഒരു ഫുഡ് കൊടുത്തിട്ട് വരുന്ന വഴിയായിരുന്നു. വന്ന് വീട്ടിൽ കയറി കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് അർജന്റായിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഒരു വെസ്റ്റ് അറേബ്യയിൽ നിന്ന് കോൾ വന്ന് അവിടെ മന്തി നല്ല കഴിക്കാത്ത ആരും തൊടാത്ത നല്ല മന്തി ബാക്കി ഇരിപ്പുണ്ട്, 2 ഫുൾ മന്തി ഉണ്ടെന്നുള്ളത്. അപ്പൊ പെട്ടെന്ന് ഞാനാണെങ്കിൽ വീട്ടിൽ കയറി പോയി ഇനി തിരിച്ച് ഞാൻ ഭയങ്കര ടയർഡായിരുന്നു. അപ്പൊ എനിക്ക് പോകണമെന്നുണ്ട്, പക്ഷെ എനിക്ക് ഒരുപാട് ദൂരം അങ്ങോട്ട് ട്രാവൽ ചെയ്യണം. അപ്പൊ ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചു പറഞ്ഞു. അവൻ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ അവൻ ആക്ച്വലി അന്ന് വേറെ കുറച്ച് ആൾക്കാരെ വിളിച്ച് ആരും കിട്ടിയില്ല, ചിലർ വന്നില്ല, ചിലർ മടി പിടിച്ചു, അങ്ങനെ പല കാരണങ്ങളൊക്കെ വന്നു. പക്ഷെ അവസാനം ഈ ഫ്രണ്ട് അവനൊരു കബിലിനാണ്, അവൻ പോയി ഈ സാധനം പിക്കപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് അവൻ നെക്സ്റ്റ് ഡേ എനിക്ക് മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്താണ് ഇതെന്നുള്ളത്, എന്തുകൊണ്ടാണ് മടിയില്ലാണ്ട് നിങ്ങൾ ഇത് ചെയ്യണമെന്നുള്ളത്. കാരണം അത് നാളെ ഇപ്പൊ ഈ കാണുന്ന വ്യൂവേഴ്സിൽ ആരെങ്കിലും ഒരാൾ നമ്മുടെ അടുത്ത് വന്ന് ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറയുകയാണെങ്കിൽ ഇതൊന്ന് എക്സ്പീരിയൻസ് അറ്റ്ലീസ്റ്റ് ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമുള്ള ഒരാളുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കുക. അപ്പൊ മനസ്സിലാവും നിങ്ങൾക്ക്. അത് വാക്കുകളോട് പറയാൻ പറ്റത്തില്ല. കാരണം ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, അത് തീർച്ചയായിട്ടും അരവിന്ദിനും ഉണ്ടായിരുന്നു, ഈ അടുത്ത് ജോയലിനും ഉണ്ടായിരുന്നു നമ്മുടെ ബൈക്ക് മേപ്പില. ഫുഡ് കൊണ്ടേ കൊടുത്ത് ഒരു ചേട്ടന്. അപ്പൊ ആ ചേട്ടൻ ഉടനെ എന്റെ അടുത്ത് തിരിച്ചു പറഞ്ഞ മറുപടി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കഴിച്ചു മോനെ, അപ്പുറത്തിരിക്കണ ആളും കഴിച്ചിട്ടില്ല, അയാളെ എഴുന്നേൽപ്പിച്ച് കൊടുക്കുന്നു. അത് എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം, നമ്മുടെ ഫ്ലഡിന്റെ ടൈമില് ഒരു പാവപ്പെട്ട വീടും ഒരു പണക്കാരന്റെ വീടും ഉണ്ടായിരുന്നു. പാവപ്പെട്ട വീട്ടില് രക്ഷിക്കാൻ ചെന്നപ്പോ അവര് പറഞ്ഞേ, എനിക്ക് മഴയും കൊണ്ട് വെള്ളമൊക്കെ കൊണ്ട് ശീലമുണ്ട്, അപ്പുറത്തെ ആ സാറിന് വലിയ ശീലമില്ല, അങ്ങനെ ആദ്യം രക്ഷിക്കുക. ഇതാണ് എനിക്ക് ഈ ഒരു ഫീലിംഗ് എനിക്ക് ഇവിടെ വന്നത്. കാരണം പല മെന്റാലിറ്റി ഉണ്ട്. കാരണം ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ഇങ്ങനത്തെ അനുഭവം അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു അനുഭവം എന്താന്ന് വെച്ചാൽ, ഒരു ഹിന്ദിക്കാര് പൊതുവെ നമ്മൾ ഫുഡ് കൊടുത്താൽ മേടിക്കാൻ കുറച്ച് മടിയുണ്ടാവും. മടി മാത്രമേ ഉള്ളൂ, വിശപ്പ് ഉണ്ടാവും അവർക്ക്. പക്ഷെ കൊടുത്തു കഴിഞ്ഞാൽ ചിലർക്ക് വിശപ്പ് മാറി കിടക്കുന്നവരുണ്ടാവും. അപ്പൊ അവരുടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ പറയും, സാർ എന്റെ വിശപ്പ് മാറി, ഇന്ത്യയിലാട്ടോ അങ്ങനെ, സാർ എന്റെ വിശപ്പ് മാറി, അപ്പുറത്തെ ആൾക്കാർക്ക് അവർക്ക് കൊടുത്തോളൂ എന്ന് പറയും. കാരണം മലയാളികള് മേടിച്ചിട്ട് ബാഗിലോട്ട് എടുത്ത് വയ്ക്കും, ഇല്ലെങ്കിൽ സൈഡിലോട്ട് എടുത്ത് വയ്ക്കും, കഴിക്കൂല.
പെട്ടെന്ന് കഴിക്കണവരുണ്ട്. ചിലവർ ഇങ്ങനെ സൈഡോട് പിറ്റേ ദിവസത്തേക്ക് കഴിക്കാവുന്ന രീതിക്ക് എടുത്തു വയ്ക്കും. ചിലപ്പോൾ അത് ചീത്തയാവും പിറ്റേ ദിവസം, പറയാൻ പറ്റില്ല. നമ്മളപ്പൊ കഴിക്കണം, അപ്പോഴത്തെ വിശപ്പ് മാറാൻ വേണ്ടി ഒന്നാമത് ചൂടോടെയാണ് കൊണ്ടു ചെല്ലണത്. അപ്പൊ അത് ചൂടായിരിക്കും ഇതിനൊക്കെ. നമ്മൾ ആ ഒരു ഇതിലാണ് അവർക്ക് സർവീസ് ചെയ്യുന്നത്. അപ്പൊ അവരപ്പൊ തന്നെ കഴിക്കൂല, അവരെടുത്ത് മാറ്റി വയ്ക്കും. അപ്പൊ പിറ്റേ ദിവസത്തേക്ക് ചീത്തയാവും. പിന്നെ ചിലപ്പോ നമ്മൾ ചീത്ത പറയാനുണ്ടാവും. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഇവരെ എഡ്യൂക്കേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് പറ്റുന്നില്ല, അതാണ് പ്രശ്നം. ഇപ്പൊ ഞാൻ കലൂര് ഞാൻ അടുപ്പിച്ച് 3 ദിവസം ചെന്നാലും ആ സെയിം ആൾക്കാരെല്ലാം അവിടെ കാണുന്നുണ്ട്. ആളിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അവർക്ക് കിട്ടുന്ന ജോലിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളായിട്ട് പോകുന്ന, അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലാത്തവരായിരിക്കും. ചിലപ്പോ അവര് ഇങ്ങനെ അലഞ്ഞിരുന്ന് നടക്കുന്നവരും ആവാം. അപ്പൊ ചിലവരെന്ന് പറയുമ്പോൾ നമ്മൾ ബെസ്റ്റ് വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോ തന്നെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിച്ച് ഓടി വരുന്ന ആൾക്കാർ വരെ ഉണ്ട്. പിള്ളേരുകളുണ്ട്, കുറെ ഇത്രയുള്ള പിള്ളേരുകളുണ്ട്. നമ്മുടെ രാത്രിയാവുമ്പോ ഒന്നും വേണ്ട, ഞങ്ങള് പറയണത് പോലും എടുക്കണ്ട. രാത്രിയാവുമ്പോ ആലുവ മെട്രോ സ്റ്റേഷന്റെ അവിടെ ആ പാലത്തിന്റെ അടിയിലോ അല്ലെങ്കിൽ നമ്മുടെ കലൂര് ബസ് സ്റ്റാൻഡിന്റെ അവിടെയോ അതും അല്ലെങ്കിൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ അവിടെ ഒന്ന് ചെന്നാൽ മതി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോരം ആൾക്കാരുണ്ടെന്ന് ഇവിടെ. എന്താണ് ആൾക്കാർ എന്തോരം ഉണ്ടെന്ന് മനസ്സിലാവും, എന്താണ് വിശപ്പെന്നുള്ളത് മനസ്സിലാവും. ഒരു പൊതി കൊടുത്തു കഴിഞ്ഞാൽ എത്ര പേര് നിങ്ങളുടെ ചുറ്റും കൂടുന്നു നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം എന്താ വെച്ചാൽ ഞാനൊരു 5 പൊതിയായിട്ട് ആലുവ മാർക്കറ്റിൽ ചെന്നിരുന്നത്. ബാക്കി എത്ര ഉണ്ടായുള്ളൂ. ചെന്നപ്പോ ഒരു 150 ആൾക്കാർ ചുറ്റും വന്നിട്ടുണ്ടായിരുന്നു. 150 ആൾക്കാർ. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം ചിലപ്പോ പേടിയായിരുന്നു എനിക്ക്. കാരണം 150 ആൾക്കാർ ഇത്ര വരുമ്പോ നമ്മുടെ കയ്യിലാകെ 5 പൊതിയേ ഉള്ളൂ. എന്നിട്ട് ഞാൻ പറ്റാവുന്ന വേറെ 10 പൊതിയും കൂടി അവിടെ ഒരു കടയിൽ നിന്ന് മേടിച്ചു കൊടുത്തു. കാരണം എന്റെ അത്ര പൈസ ഉണ്ടായുള്ളൂ. അങ്ങനെ ആദ്യത്തെ ഒരു തുടക്കം അങ്ങനെയാണ്. പിന്നെ നമുക്ക് അത്യാവശ്യം ഹോട്ടൽ കവറേജ് നമുക്ക് ഇവിടെ എറണാകുളത്തും കിട്ടി, തിരുവനന്തപുരത്ത് ആയി വരുന്നുണ്ട്. പിന്നെ നമ്മൾ അതോടൊപ്പം തന്നെ കോഴിക്കോടും കാസർഗോഡും കൊല്ലത്തും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒരു 1-2 മന്ത്സിനുള്ളിൽ ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അരവിന്ദനും എല്ലാവരും ഹംഗേഴ്സ് കേരള എന്ന് പറയുമ്പോ ഒരാളല്ല, ഇതൊരു കൂട്ടായ്മയാണ്, ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോ ഇതിൽ നിങ്ങൾക്ക് ഹെൽപ്പാ വേണ്ടത്. ഇപ്പൊ ഞങ്ങൾ സത്യം പറഞ്ഞ ഈ വീഡിയോ തന്നെ ചെയ്യുന്നത് ഹെൽപ്പ് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ഇതിനകത്ത് ഒരുപാട് ദൂഷ്യവശങ്ങൾ ഉണ്ടാവാം, പക്ഷെ നിങ്ങൾ അതിന്റെ നല്ല വശം മാത്രം കണ്ടാൽ മതി ഞങ്ങൾ പറയും. ഇതില് ഹംഗർലെസ് കേരളക്ക് വേണ്ടത് 10 രൂപ 20 രൂപ പൈസ ഒന്നും വേണ്ട. പൈസയാണ് ഞങ്ങൾ ചോദിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് നിങ്ങളുടെ ഹെൽപ്പ് മാത്രം മതി. ഇതിൽ നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാവുമെന്ന് വെച്ചാൽ എനിക്ക് അറിയാൻ പാടില്ല. നിങ്ങൾക്ക് ലാഭം ഉണ്ടാവുള്ളൂ. കാരണം വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു പൊതി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അവരുടെ കണ്ണില് കാണുന്ന സന്തോഷം അത് മാത്രം കിട്ടി. ആ ഫീലിംഗ് ഭയങ്കര അതൊരു വല്ലാത്ത ഫീലിംഗ് ആണ്. ഞാൻ അനുഭവിച്ചിരുന്നോണ്ട് എനിക്ക് അറിയാം അത് നന്നായിട്ട്. നമുക്കെന്തല്ല അടുത്ത ദിവസം എത്ര മടി പിടിച്ചാലും എത്ര വയ്യാണ്ടിരിക്കണേ പോലും പെട്ടെന്ന് ഇപ്പൊ അന്നത്തെ കേസ് തന്നെ ടെസ്റ്റ് ആരും ഇല്ലെങ്കിൽ ഞാൻ പോകാൻ റെഡി ആയിട്ട് ഇരിക്കണായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു തവണ പോയ ഒരാൾക്ക് അത് മനസ്സിലാവും. കാരണം നമുക്ക് നമുക്ക് മനസ്സിലേക്ക് കിടക്കാൻ പറ്റത്തില്ല. സത്യമായിട്ട് പറഞ്ഞാൽ നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് കൊടുക്കാത്തതിന്റെ ഒരു എന്താ പറയാ ഒരു വിഷമം വരും, കിടക്കും. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഇപ്പൊ നമ്മള് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പൊ കാക്കനാട്, ഞങ്ങളുടെ അവിടെ കാക്കനാടുള്ള സത്യം പറഞ്ഞാൽ അധികം ആൾക്കാരില്ലാത്തത്. അപ്പൊ കാക്കനാട് ഫുഡ് തരുന്നവരൊക്കെ ഉണ്ട്. അപ്പോ ഞങ്ങളുടെ ഏറ്റവും ഇപ്പൊ ഞാൻ ഇളമക്കരയിൽ നിന്ന് ആലുവായിരുന്നു. ഇവിടെ നിന്ന് അങ്ങ് അവിടെ വരുമ്പോ ചെല്ലേണ്ട അവസ്ഥയാണ്. അപ്പൊ ഓൾറെഡി ഉണ്ടായിരുന്ന നമ്മുടെ ഒരു സുഹൃത്ത് ഇപ്പൊ മറ്റുള്ള ഫർദർ സ്റ്റഡീസും കാര്യങ്ങളായിട്ട് പോകേണ്ടി വരുന്ന അവസ്ഥയിലാണ്. കാരണം അവന്റെ ഒരു കേസ് പറയാൻ ഞാൻ എടുത്തു പറയണം അവന്റെ കേസ്. കാരണം എന്താ വെച്ചാൽ ഞാൻ എപ്പോഴും എറണാകുളത്ത് ഉണ്ടാവുന്ന ഒരാളല്ല, ഇടയ്ക്ക് ട്രാവലിംഗ് ആയിരിക്കും. സോ ഇപ്പൊ ഇതിന്റെ ഹോട്ടൽ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെ വിളിച്ച് പറയുമ്പോൾ ഞാൻ എടാ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, നീ ഒന്ന് പോവോ? അവൻ്റെ അടുത്ത് ശരി, ഫോൺ കട്ട് ചെയ്യും, മേടിക്കും, സാധനം മേടിച്ച് സാധനങ്ങളൊക്കെ കൊടുത്തും അതിന്റെ ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചുതരും, ചിലപ്പോൾ വീഡിയോസ് അയച്ചുതരും. എന്നിട്ട് ഒരു മെടാ കൊടുത്ത് ഓക്കെ കണ്ടെന്ന് പറയും. നിങ്ങൾ കണ്ടോ ചിലപ്പോ ആളാ നമ്മുടെ സ്കൂളിലത്തെ വീഡിയോയിലെ ആളുണ്ട്, ജിനു എന്നാണ്. ജിനു ആണ് അന്ന് അരവിന്ദന് അന്ന് മരിപ്പ് കാരണം വരാൻ പറ്റാഞ്ഞുകൊണ്ട് അപ്പൊ ലേറ്റ് ആയിട്ടാണ് വന്നത്. അപ്പൊ ആ സമയത്ത് ജിനു ആയിരുന്നു ഹംഗർലെസ് കേരള റെപ്രസെന്റ് ചെയ്ത് സംസാരിച്ചത്. കാരണം അവൻ എനിക്ക് തോന്നുന്നത് എന്നെക്കാളും കൂടുതൽ ആത്മാർത്ഥത ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളൊന്ന് പറഞ്ഞാൽ മതി, എടാന്ന് വിളിക്കുമ്പോ എന്താ ഏത് ഹോട്ടൽ അതിന്റെ അടുത്ത് മാത്രമേ ചോദിക്കുള്ളൂ, വിളിക്കുന്നത് അതിനാന്ന് അറിയാമോ ഓക്കെ എന്ന് പറഞ്ഞാൽ ഫോൺ കട്ട് ചെയ്യും. ആകുമ്പോ ഒരു മടി ഞാൻ ഇതുവരെ കണ്ടല്ലോ. ഞാൻ ഒരു ഭയങ്കര മഴയുള്ള ദിവസമാണ് വിളിച്ചത്. എനിക്ക് ഇവിടെ നിന്ന് ചെല്ലാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. കാരണം ഞാൻ അവിടെ ഉണ്ടായില്ല. അവനെ വിളിച്ചടാ ഇങ്ങനൊരു ഇതുണ്ട്, അപ്പൊ എന്താണ് പോകാൻ പറ്റും, ഇല്ലെങ്കിൽ പറഞ്ഞു ഞാൻ ക്യാൻസൽ ചെയ്തോളാം എന്ന് പറഞ്ഞു മൊത്തത്തിൽ. അപ്പം പറഞ്ഞു ഇല്ലടാ ഞാൻ പോകോളാന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ അപ്പൊ തന്നെ ഒറ്റയ്ക്ക് പോയി സാധനങ്ങളൊക്കെ എടുത്ത് എല്ലാവർക്കും കൊടുത്ത് എന്നിട്ട് എന്നെ വിളിച്ചടാ മഴ ഉണ്ടായിരുന്നു, പ്രശ്നമില്ല, ഞാൻ എല്ലാം കൊടുത്തിട്ടുണ്ട്, നീ നാളെ മറ്റന്നാൾ പോകണ്ടെന്ന് പറഞ്ഞാൽ അതെന്ന് പറയും. എന്നിട്ട് അവൻ എവിടെയെങ്കിലും പോവാണെങ്കിൽ എന്റെ അടുത്ത് രാവിലെ വിളിച്ചു പറയും എടാ ഞാൻ ഇങ്ങനെ പോവാണ്, നീ വേറെ ആയൊന്നും നോക്കേണ്ടി വരുമെന്ന് പറയും. ഓക്കെ എന്ന് പറയും.
അങ്ങനെ അത്രയ്ക്ക് ആത്മാർത്ഥത ഉണ്ടാവും അതിനകത്ത്. ദുബായിക്ക് പോവാണ്, സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ്. അപ്പൊ ഞങ്ങൾക്ക് ഇനി ആളെ വേണം. അതാണ്. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും നിങ്ങൾക്ക് ഒരു ചെറിയ എന്താണ് ചെറിയ സംരംഭമാണെങ്കിൽ പോലും നിങ്ങൾക്ക് രാത്രി ഫുഡ് ബാക്കി വരുന്നുണ്ട്, അത് വെറുതെ ഡിസ്പോസ് ചെയ്ത് കളയണമെങ്കിൽ ദയവ് ഇത് ചെയ്യരുത്. ഞങ്ങൾ ഇതിന്റെ അടിയിൽ നമ്മുടെ ഹംഗർലെസ് കേരളയിലുള്ള ഇപ്പൊ അരവിന്ദിന്റെ നമ്പർ ഞാൻ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നിങ്ങൾ അരവിന്ദിനും ജസ്റ്റ് വിളിച്ചാൽ മതി. എവിടെയാണെങ്കിലും ഞങ്ങൾ ഫുഡ് വന്ന് കളക്ട് ചെയ്തോളാം. എവിടെ, കാരണം കളയരുത്, ദയവ് ഇത് കളയരുത്. കാരണം നിങ്ങൾ ഒരു പൊതി കളഞ്ഞാൽ പോലും അത് ഒരാളുടെ എന്താണ് ഒരു നേരത്തെ ഭക്ഷണം. ചിലപ്പോ ഈ പറഞ്ഞ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് നേരം ഭക്ഷണത്തിന്റെ ആളുകളല്ല, ഒരു നേരം കിട്ടാൻ വേണ്ടി. അതെ, ബിരിയാണി അങ്ങനെയൊന്നുമല്ല. പിന്നെ വേറെ കാര്യമുണ്ട്, നിങ്ങൾ നോൺ വെജ് ഇത് പോർക്ക് അങ്ങനെ വിചാരിക്കരുത്. വിശക്കുന്നവന് എന്താണ് ക്യുസീനില്ല, നോൺ വെജ് വെജൊന്നുമില്ല, അങ്ങനെ ഒരു ചൂട് കുറവ് ചൂട് ഒന്നുമില്ല. വിശപ്പാണ് അവന് പ്രാധാന്യം. വിശപ്പ് അതിന് എന്തു കൊടുത്താലും കഴിക്കും. അതെ, അങ്ങനെ ഉണ്ട്. പിന്നെ നിങ്ങൾ കൊടുക്കാൻ പേടിയാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് പറഞ്ഞാൽ മതി, നമ്മൾ അതിന്റെ ഒരു ഇത് തരാം നിങ്ങൾക്ക്. ഇപ്പൊ നിങ്ങൾക്ക് അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഫുഡ് നൽകാൻ താല്പര്യം പക്ഷെ പേഴ്സണലി കൊണ്ടേ കൊടുക്കാൻ മടിയാണെന്നുള്ളവരോ അല്ലെങ്കിൽ അതിന്റെ പേടിയുള്ളവർ, ഇപ്പൊ കുറെ പെൺകുട്ടികളുണ്ടാവും, അപ്പൊ രാത്രി അവർക്ക് അത്ര ഫീസിബിൾ ആയിട്ടുള്ള സംഭവമല്ല. അപ്പൊ അതിനും ഞാൻ പറയണം, കുറച്ച് പേര് ഒന്നുകിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് തന്നെ പറഞ്ഞ് ഇതിനകത്തൊരു ഭാഗമാകാൻ പറയാം, വിശ്വസ്തരായ ആളുകളോട്. ഞങ്ങള് എന്താ പറയാ, ഞങ്ങള് വേറെ രീതിയിലൊന്നും ചിന്തിക്കുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിത് നിങ്ങളോട് പറയണത് പോലും നിങ്ങളോട് ഇപ്പോ ഞങ്ങളെ ഫാമിലി ആയിട്ട് കാണണം. ഇപ്പൊ നിങ്ങൾ ഫോളോവേഴ്സ് ആയാലും ശരി, നമ്മുടെ പ്രൊഫൈലിൽ മെസ്സേജ് ചെയ്യാൻ ഏതൊരു ആള് പോലും നമ്മൾ അങ്ങനെ കാണുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ഒരു വിശ്വാസമുണ്ട് നിങ്ങളില്. ഞങ്ങൾ ഒരു പൊതി തന്നാലോ അല്ലെങ്കിൽ ഒരു റെസ്റ്റോറന്റിൽ സാധനം തന്നു കഴിഞ്ഞാൽ അത് മിസ്യൂസ് ചെയ്യില്ല എന്നുള്ളത്. കാരണം നമ്മൾ ആരെയും കമ്പല് ചെയ്യാനുള്ള, അതെ, നിങ്ങളുടെ ഇഷ്ടത്തിന് നമ്മുടെ അടുത്തോട്ട് വന്നാൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കമ്പല് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നെഗറ്റിവിറ്റി ഉണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ. ആരും ഒന്നും നിർബന്ധിക്കണ ശരിയല്ല. ചിലപ്പോ ഒരാൾക്ക് പല കാര്യങ്ങളുണ്ടാവും. ഇപ്പൊ ഞാൻ ഒരു ദിവസം അരവിന്ദിനെ വിളിച്ചിട്ട് ഇവിടെ പോകുന്ന പറയുമ്പോ ചിലപ്പോ അവന് ആ നിമിഷം പറയാൻ പറ്റാത്ത എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടാവാം. അപ്പൊ നമ്മൾ അതും കൂടി കൺസിഡർ ചെയ്യണം. നിങ്ങൾക്ക് ഫ്രീ ആണ്, വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. അപ്പൊ നമ്മള് അതിന്റെ ഏത് സൈഡാന്ന് നോക്കിയിട്ട് നമ്മൾ ആ ഒരു ഹോട്ടലിൽ നിന്ന് നിങ്ങൾക്ക് ഭക്ഷണം എടുക്കാൻ പാകത്തിന് റെഡിയാക്കി തരുന്നതായിരിക്കും. അപ്പൊ എന്തായാലും ഞങ്ങക്ക് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരവിന്ദിന്റെ ഈ ഒരു വലിയ ഇനീഷ്യേറ്റീവില് നിങ്ങളെല്ലാവരും ഭാഗമാണ്, ഞങ്ങൾ ഇതിന്റെ ഭാഗമാണ്. അപ്പോ അരവിന്ദിന് വേണ്ട ഹെൽപ്പാണ്, പൈസയോ വേറെ ഒന്നുമല്ല. അപ്പൊ ഹെൽപ്പ് രണ്ട് രീതിയിൽ വരാം. ഹോട്ടലിൽ നടത്തുന്ന ആളുകളായ നിങ്ങൾക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ ഹെൽപ്പ് വരാം, അല്ലെങ്കിൽ വോളണ്ടിയർ ആവാം. അപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും താല്പര്യപ്പെടുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ഇത് എന്താ പറയാ ഞങ്ങളടുത്ത് പറയുക. നിങ്ങളിങ്ങനെ എന്താണ് മാറി നിൽക്കരുത്. അതാണ് ഞാൻ പറയുന്നത്. കാരണം സഹായമാണ് ഞങ്ങൾക്ക് വേണ്ടത്, ഞങ്ങൾക്ക് അത്യാവശ്യമാണ് അത്. കാരണം ഹംഗർലെസ് കേരള ഇനീഷ്യേറ്റീവ് ഞാൻ അരവിന്ദിനെ കൊണ്ടോ നിഖിലേട്ടനെ കൊണ്ട് മാത്രം നടക്കുന്ന ഒരു പ്രസ്ഥാനമൊന്നുമല്ല. അത് നിങ്ങളെല്ലാവരും നമ്മൾ ഫാമിലി പോലെ വർക്ക് ചെയ്താലാണ് നമുക്കൊരു റവല്യൂഷണറി ഐറ്റമൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല ഇതൊക്കെ ചെയ്യുന്ന സമയമായി കഴിഞ്ഞു. അതെ, വളരെയധികം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. ഇപ്പൊ ലോകത്തെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള സമ്പന്നമായ വ്യക്തികളുള്ള ഒരാളായിരുന്നു നമ്മുടെ സ്റ്റീവ് ജോബ്സ്. അങ്ങേര് ലാസ്റ്റ് നിമിഷം ബെഡിൽ നിന്ന് പറഞ്ഞ വാക്കും കാര്യങ്ങളൊക്കെ ചിലവരൊക്കെ കണ്ടിട്ടുണ്ടാവും. പുള്ളി പറഞ്ഞത് എനിക്ക് കുറച്ചും കൂടി നല്ലൊരു മനുഷ്യനാവായിരുന്നു എന്നാണ്. പുള്ളി എല്ലാം അച്ചീവ് ചെയ്തിട്ടുള്ള ഒരാളാണ്. പക്ഷെ പുള്ളിയുടെ പേഴ്സണൽ ലൈഫ് അത്രത്തോളം പുള്ളിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അതിനൊരു സങ്കടം പ്രകടിപ്പിച്ച ഒരു മനുഷ്യനാണ് പുള്ളി. അപ്പൊ ആ ലാസ്റ്റ് നിമിഷം പറഞ്ഞ വാക്കുകൾ ഞാനിപ്പോ ഓർക്കണാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ നേടിയാലും ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ കിട്ടുന്ന ഹാപ്പിനെസ് ആവില്ല എന്ന് പറഞ്ഞാൽ തീർച്ചയാണ്. അത് നിങ്ങൾക്ക് അത് മനസ്സിലാവുമ്പോ നിങ്ങൾ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. കാരണം നമ്മള് ചിലപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വണ്ടി ഓടിച്ചു പോയി ഇന്ന സ്ഥലത്തുനിന്ന് ഫുഡ് എടുത്ത് വേറെ സ്ഥലത്തുനിന്ന് കൊടുക്കണായിരിക്കും. അതിൽ നമുക്ക് പല നഷ്ടങ്ങളുണ്ടാവും, സമയനഷ്ടം ഉണ്ടാവും. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഞാൻ എന്റെ സ്വന്തം പെട്രോളൊക്കെ അടിച്ചല്ലേ പോണത് അങ്ങനെയൊന്നുമില്ല. പക്ഷെ അതൊന്നും അപ്പൊ ഓർക്കൂല. കാരണം നിങ്ങൾ പോണ വഴി ചിലപ്പോൾ ഓർക്കുന്നു വരും, പക്ഷെ ആ ഫുഡ് കൊടുത്ത് അല്ലെങ്കിൽ കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ആ പുതിയായിട്ട് ചെല്ലുമ്പോണ്ടല്ലോ അത് കൊടുത്ത് നിങ്ങൾ തിരിച്ചാ വണ്ടി കയറുമ്പോൾ നിങ്ങള് ഒന്നും വിചാരിക്കൂല. അതൊന്നും വിചാരിക്കില്ല. അവിടെ നിന്ന് ഇവിടം വരെ നിങ്ങളൊരു വേറെ ലോകത്തിലായിരിക്കും, വേറെ മനുഷ്യനാണെങ്കിൽ തിരിച്ചു വരുന്നു. ഉറപ്പാണ്, ഞാൻ ഗ്യാരണ്ടി തരാം. അത് എക്സ്പീരിയൻസ് ഉണ്ട് ഇതിന്. അത് ഞാനും ഇപ്പൊ അത് ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ എന്തായാലും ഞങ്ങളുടെ റിക്വസ്റ്റ് ആണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതുപോലെ സംഭവം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വേറെ ആൾക്കാരുണ്ടെങ്കിൽ
അവരും ഞങ്ങളൊപ്പം ചേരുക. ഞങ്ങളൊപ്പം എന്ന് പറയണെന്ന് വെച്ചാൽ ഞങ്ങൾ അങ്ങോട്ട് ചേരാൻ തയ്യാറാണ്. അതാണ് സംഭവം. അപ്പൊ അതുപോലെ തന്നെ വേറെ ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും ചെയ്യാവുന്ന ഒരു ചെറിയ പങ്കുണ്ട്. കുറച്ച് സാധനങ്ങൾ, അതായത് ഇപ്പൊ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഒരു സാറ് പറഞ്ഞൊരു കാര്യമാണ് സ്ട്രോയിന്റെ കേസ്. അത് അരവിന്ദും ഞങ്ങളെല്ലാവരും അത്യാവശ്യം ഫോളോ ചെയ്യുന്ന ഒരു സംഭവമാണ്. അതായത് സ്ട്രോസ് ഉപയോഗിക്കാതിരുന്നൂടെ, കാരണം സ്ട്രോയിന്റെ ആവശ്യമുണ്ട് പലപ്പോഴും. എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോ പ്ലാസ്റ്റിക് സ്ട്രോ വലിയത് ഉപയോഗിക്കും, ചെറുത് ഉപയോഗിക്കും. ഈ സ്ട്രോ എന്നുള്ളൊരു കോൺസെപ്റ്റ് ശരിക്കും എടുത്തോളാം. കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ നമുക്ക് ആ കട്ടി കൂടിയോണ്ടായിരിക്കും സ്ട്രോ ഉപയോഗിക്കണം നിങ്ങള്. അപ്പൊ അതിന് ഒരു സ്പൂൺ ഉപയോഗിച്ചാലും മതി, മനസ്സിലായത്? അല്ലെങ്കിൽ ഇങ്ങനെ ഇപ്പൊ ഞാൻ ഈ റീസെന്റ് കുലുക്കി കുടിക്കാൻ പോയപ്പോ ഞാൻ സ്ട്രോ ഉപയോഗിച്ചു. അതിന്റെ റീസൺ വേറെ ഒന്നായിരുന്നു, ചുണ്ടെരിയാതിരിക്കാനായിട്ട്. പിന്നെ ഞാൻ ചുണ്ടെരിയാതിരിക്കാനാണെങ്കിലും ആ ചേട്ടനോട് എനിക്ക് വേണമെങ്കിൽ പറയുന്നത് ചേട്ടാ പേപ്പർ സ്ട്രോ മേടിച്ചുകൂടെ എന്നുള്ളത്. ഞാനപ്പോ പെട്ടെന്ന് ഓർത്തില്ല. പക്ഷെ എനിക്ക് നമ്മൾക്ക് ചില സമയത്ത് നമ്മളെല്ലാം ഓർക്കണമെന്നില്ല. അപ്പൊ ആരെങ്കിലും നമ്മളെ ഒന്ന് റിമൈൻഡ് ചെയ്താലേ നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോ ഞങ്ങൾ വീണ്ടും പറയണേ, ഈ പറഞ്ഞ പേപ്പർ സ്ട്രോ ഉണ്ടല്ലോ, നിസ്സാര പൈസ ഉള്ളത്, അതാ വേറെ രസം. പക്ഷെ പേപ്പർ സ്ട്രോയ്ക്ക് വേറൊരു ബാഡ് ഇതും കൂടി ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ പേപ്പർ സ്ട്രോ ഉണ്ടാക്കുന്ന അതും ഒത്തിരി പ്രശ്നമാണ്. അപ്പൊ സ്ട്രോയെ ഉപയോഗിക്കണ്ടെന്ന് എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. കാരണം എന്താ വെച്ചാൽ നമ്മള് മാക്സിമം ഈ പേപ്പർ സ്ട്രോ ആയാലും പ്ലാസ്റ്റിക് ആയാലും എന്തായാലും അത് ശരിക്കും താഴ്ത്ത് വീണ് കഴിഞ്ഞാൽ ഡീഗ്രേഡബിൾ ആകണം. നീ പറഞ്ഞപ്പോ എപ്പോഴും കാര്യം ഓർത്തത്, ചുണ്ട് എരിയാതിരിക്കാൻ എന്നാ ചുണ്ട് കുടിക്കാതെ കുടിച്ചാൽ പോരെ, അല്ലാതെ ഒഴിച്ചും കുടിക്കാല്ലോ നമുക്ക്. അത് ശരിയാണല്ലോ. അതുപോലെ തന്നെ വേറൊരു കാര്യം ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇല്ലെങ്കിൽ പിന്നെ വേറൊരു ഐഡിയ ഉണ്ട്. നിങ്ങൾ തന്നെ സ്വന്തം സ്ട്രോ കൊണ്ടു നടക്കണം. സ്റ്റീൽ സ്ട്രോ ഉണ്ട്, ബാംബു സ്ട്രോ ഉണ്ട്. കാരണം പുറത്തെ രാജ്യങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, സിംഗപ്പൂർ, തായ്ലാന്റ്, മലേഷ്യയിലൊക്കെ അവര് തന്നെ ബാഗിൽ നിന്ന് സ്ട്രോയും ഫോർക്കും സ്പൂണൊക്കെ എടുത്ത് അവർ തന്നെയാണ് കഴിക്കണം എല്ലാ കാര്യങ്ങളും. എന്നിട്ട് നേരെ കഴുകി എടുത്തേക്കും. നമ്മുടെ നാട്ടിൽ അതൊരു അപമാനം എന്നുള്ള രീതിക്ക് വിചാരിച്ചിട്ടാണ് നമ്മൾ ചെയ്യാത്തത്. കുറെ കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് എല്ലാവരും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു എന്താ പറയാ, സോഷ്യലി ഇത് ചെയ്ത മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, അതാണ് ഒരു പ്രശ്നം. അതങ്ങനെ എടുത്ത് കളഞ്ഞാൽ തന്നെ കുറെ കാര്യങ്ങൾ ശരിയാവും. അപ്പൊ തന്നെ നമുക്ക് വേണ്ടി ജീവിക്കാൻ നമുക്ക് പറ്റും. അതാണ് ഒരു ബേസ് കോൺസെപ്റ്റ്. അപ്പൊ അരവിന്ദന് ഈ വീഡിയോയിൽ ഞാൻ മെയിനിൽ കൊണ്ടുവന്ന് കാണിച്ച മെയിൻ കാര്യം ഇതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഹംഗർലെസ് കേരള എന്നുള്ള ഇനീഷ്യേറ്റീവ് എന്താണ്, അത് എവിടം വരെ ആയി, ഇനി എന്താണ് ആവാൻ പോകുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരാനും ഞങ്ങൾക്ക് നിങ്ങളുടെ സപ്പോർട്ട് വളരെയധികം ആവശ്യമാണ് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോ ഞങ്ങൾ നിർബന്ധിക്കുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു 99% വന്ന് നിൽക്കണമെങ്കിൽ ആ 1% നിങ്ങൾ ആ ജമ്പ് എടുക്കുക. കാരണം ആ ലീപ്പ് ഭയങ്കരമായിട്ട് നിങ്ങളുടെ ലൈഫും നിങ്ങളുടെ ക്യാരക്ടറും ഒക്കെ ഇങ്ങോട്ട് മാറ്റിമറിക്കും. കാരണം എനിക്ക് ഭയങ്കര ഒരു ദേഷ്യമുള്ള ഒരാളായിരുന്നു ഞാൻ. ശരിക്കും പറഞ്ഞത് ചെയ്തു തുടങ്ങിയിട്ട് എനിക്ക് ഭയങ്കര ഒരു മാറ്റം ഉണ്ടെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് എന്റെ അടുത്ത്. കാരണം അത് വെറുതെ ഒരു കോൺഗ്രസിന് വേണ്ടി പറയാനല്ല, ശരിക്കും സംഭവിച്ചൊരു കാര്യമാണ്. നമ്മൾ തന്നെ ഒരു ഇനീഷ്യേറ്റീവ് സാധനം തുടങ്ങുമ്പോൾ നമുക്ക് അതിന്റെ നല്ല ക്ഷമയുടെ റെസ്പോൺസിബിലിറ്റീസ് കൂടുമ്പോഴും നമുക്കിങ്ങനെ പതുക്കെ നമ്മൾ തന്നെ നമ്മളെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. അത് ഭയങ്കര ഒരു നല്ല കാര്യമാണ്. അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ 100ാമത്തെ സ്പെഷ്യൽ വീഡിയോയുടെ കണ്ടന്റും നമ്മുടെ വിശേഷങ്ങളെല്ലാം. അപ്പോ ഞങ്ങളാൽ കഴിയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു പോകുന്നുണ്ട്. നിങ്ങൾക്ക് സുഖമായിട്ട് ഇതിനും കൂടുതൽ ചെയ്യാം. ഞങ്ങൾക്ക് കണ്ടമാനം പരിമിതികളുണ്ട്, എന്നിട്ട് ഞങ്ങളെ കൊണ്ട് ഇത്രയെങ്കിലും പറ്റുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, ഇഷ്ടം പോലെ നല്ല രീതിയിൽ ഞങ്ങളെക്കാൾ അടിപൊളിയായിട്ട് ചെയ്യാവുന്ന ആൾക്കാർ ഒരുപാട് ഇപ്പൊ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളാൽ കഴിയുന്ന ചെറിയ സ്റ്റെപ്സ്, കാരണം ഒരു വലിയ ശബ്ദം ഉണ്ടാക്കാൻ ഒരു 100 പേരുടെ കൈയടി മതി. എല്ലാരും അടിക്കണം, എന്നാലേ ആ ശബ്ദം ഉയർന്നു വരുള്ളൂ. അപ്പോ ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവിന് ഞങ്ങൾക്ക് നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ്. അപ്പോ ഡിസ്ക്രിപ്ഷന്റെ അടിയിൽ ഞങ്ങൾ ഹംഗർലെസ് കേരളയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇട്ടേക്കാം. അതൊന്ന് എടുത്തു നോക്കുക. ഇഷ്ടപ്പെട്ടാൽ, നിങ്ങൾക്ക് കൺവിൻസിംഗ് ആയി തോന്നിയാൽ ഞങ്ങളുടെ കൂടെ ചേരുക. അത്രേ ഉള്ളൂ. നമസ്കാരം.